ഫ്രണ്ടിന്റെ മോളുടെ കല്യാണത്തിന് പോവുകയാ. പക്ഷേ ഒരുപാട് ലേറ്റ് ആയി പോയി. വേഗം ചെല്ലും മിസ്റ്റർ പട്ടുവർദ്ധൻ, വേഗം ചെല്ല്. കല്യാണം അവിടെ നടക്കും, സെലിബ്രേഷൻ ഇവിടെ നടക്കും. ചേട്ടാ, വണ്ടി എടുക്ക, വേഗം എടുക്ക. ഇന്ന് പ്രിൻസിപ്പൽ സാർ സ്കൂളിലെല്ലാം തോന്നുന്നത്. എന്നാ പിന്നെ നമുക്കെല്ലാം കലക്കി മറിയാം. ഞാനാണ് സ്കൂൾ ഇൻസ്പെക്ടർ പീറ്റർ. എനിക്ക് ചീറ്റേഴ്സിനെ ഒട്ടും ഇഷ്ടമല്ല. ഇന്ന് ഞാൻ സ്കൂൾ വിസിറ്റിന് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ സ്കൂളിലെ പ്രിൻസിപ്പലിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഈ സ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. അതുപോലെ സ്കൂൾ അടച്ച് പൂട്ടുകയും ചെയ്യും. ആ അതെ, അടച്ചു പൂട്ടും. നീയല്ല ഞാൻ. റിപ്പീറ്റ് ചെയ്യുന്നത് നിർത്തടാ. റിപ്പീറ്റ്. പിന്നെ പീറ്റർ, ഇന്നലെ നീ എന്തിനാ ഹോളി ഫാമിലി സ്കൂളിനെ പൂട്ടിയത്? കാരണം ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോ അവിടെ പ്രിൻസിപ്പൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ സ്കൂൾ ഞാൻ അടച്ചു പൂട്ടി. ഇന്നലെ സൺഡേ ആയിരുന്നില്ലേ? സൺഡേകളിൽ കുട്ടികൾ പോലും സ്കൂളിൽ വരില്ലല്ലോ. സൺഡേ ആയാലും മൺഡേ ആയാലും കുട്ടികൾ വന്നാലും ഇല്ലെങ്കിലും സ്കൂളിൽ പ്രിൻസിപ്പൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സ്കൂൾ ഞാൻ അടച്ചു പൂട്ടും. ഞാൻ അടച്ചു പൂട്ടും. എടാ നീയല്ല ഞാൻ. എടാ വേഗം ചെന്ന് സ്കൂളിന്റെ ഇൻസ്പെക്ഷൻ ചെയ്യേ. ഞാൻ നേരെ പ്രിൻസിപ്പളിന്റെ ക്യാബിനിലേക്ക് പോവുക. ഗോപു, ഇവന്മാരെ പ്രിൻസിപ്പലെ സ്കൂളിൽ കണ്ടില്ല എന്ന് വെച്ചാൽ പിന്നെ അതിനുശേഷം പിന്നെ അവര് നമ്മുടെ സ്കൂൾ അടച്ചു പൂട്ടുമാടാ. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പാടാ ലക്ഷ്മണ, ലെറ്റ്സ് ഡു സംതിങ്. മാധവ, നമ്മുടെ സ്കൂളിന്റെ കാര്യം പോക്കെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ നമ്മൾ ആരുടെ രക്ഷിക്കാൻ പോകുന്നത്? വൺ ആൻഡ് ഓൺലി വസൂലി ബായ്. ഹലോ വസൂലി ബായ്. ഇതാണ് ഏറ്റവും നല്ല സന്ദർഭം. പ്രിൻസിപ്പൾ ആകാൻ പോകുന്നത് ഞാൻ. അതെ, ഈ കോട്ട് എനിക്ക് നല്ലോണം സൂട്ട് ആകുന്നുണ്ട്. ബാബാ, ഈ ഡ്രസ്സിൽ ഞാൻ എന്തായാലും പ്രിൻസിപ്പൽ സാറിനെ പോലെ തന്നെയുണ്ട്. എന്റെ മീശ കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു. അല്ല, എനിക്ക് മീശയില്ലല്ലോ. പ്രൂഫ് ചെയ്യ. എനിക്ക് മീശയില്ലെന്ന് പ്രൂഫ് ചെയ്ത് കാണിക്കേ. ബാബാ, മാനേഴ്സും മെത്തേഡ്സും തനിക്ക് അറിയില്ലടോ. പ്രിൻസിപ്പളുടെ ക്യാബിനിലേക്കാണ് വന്നിരിക്കുന്നത്. കഥകിലേക്ക് മുട്ടിയിട്ട് ആരണത് അറിയില്ല എനിക്ക്. എന്റെ പേര് പീറ്റർ. എനിക്ക് ചീറ്ററിനെ കാണുന്നത് ഇഷ്ടമല്ല. പീറ്റർ ആയാലും ഏതെങ്കിലും മീറ്റർ ആയാലും ശരി, എനിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പുറത്തു പോ, മര്യാദയ്ക്ക് ഇവിടുന്ന് പുറത്തു പോയിക്കോ. പപ്പി, ഇത് നമ്മുടെ പീറ്റർ സാറാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിരിക്കുക. നമ്മുടെ സ്കൂൾ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വന്നിരിക്കുക. നമ്മുടെ പ്രിൻസിപ്പൽ സാറിനെ കാണാൻ വന്നിരിക്കുക. അത് പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാർ. പ്രിൻസിപ്പൽ ലീവിന് പോയിരിക്കുകയാണോ? സ്കൂള് ഞാൻ ഇന്ന് അടച്ചു പൂട്ടും. ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാർ ആർക്കും ലീവ് കൊടുക്കാറുമില്ല, ലീവ് സ്വയം എടുക്കാറുമില്ല. ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാർ ഇന്നും ബാച്ചലർ ആണ് സാറേ. അതെന്താന്ന് ചോദിച്ചേ? എന്താ? കല്യാണം ഫിക്സ് ആയ അന്ന് ഒരു ദിവസമെങ്കിലും ലീവ് എടുക്കേണ്ടി വരില്ലേ? കറക്റ്റ് അല്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറ് ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. ലീവ് എടുക്കാതെ എങ്ങനെ സാറേ വിവാഹം കഴിക്കുന്നേ? വെരി ഗുഡ്, ഐ ആം ഇംപ്രസ്ഡ്. പക്ഷേ നിങ്ങളുടെ പ്രിൻസിപ്പൾ ഇപ്പൊ എവിടെയാ? ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ. ഞാനോ? ആ അതേനേ, ഇതാണ് നമ്മുടെ പീറ്റർ സാറ്. ഇദ്ദേഹം ഇൻസ്പെക്ഷൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും സ്കൂളിൽ പ്രിൻസിപ്പൽ സാർ ഇല്ലായിരുന്നെങ്കിൽ അപ്പൊ തന്നെ സാർ ആ സ്കൂൾ അടച്ചു പൂട്ടും. അതെ, ഞാൻ തന്നെയാണ് പ്രിൻസിപ്പൽ. വരൂ സാർ, മിസ്റ്റർ ചീറ്റർ. അല്ലല്ല, അതാ ഞാൻ പറഞ്ഞു വന്നത് മിസ്റ്റർ പീറ്റർ. ബുഷസ് ഓക്കേ, പ്ലേഗ്രൗണ്ട് ഓക്കേ, സ്കൈ ഓക്കേ, മഡ് ഓക്കേ, കോമ്പൗണ്ട് വാൾ. കള്ളൻ വേഗം പിടിക്കേ. സെക്യൂരിറ്റി ഒരു നിമിഷം സാർ, അദ്ദേഹം കള്ളനൊന്നുമല്ല. ഇദ്ദേഹം ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറാണ്. പ്രിൻസിപ്പളിനെ കണ്ട് പേടിക്കുന്ന ഇവൻ സ്വയം എങ്ങനെയാ പ്രിൻസിപ്പളായി മാറിയത്? പ്രിൻസിപ്പൾ എന്തിനാ ഇങ്ങനെ ചാടിക്കയറി വരുന്നത്? ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാർ ഇങ്ങനെ പെട്ടെന്ന് വന്ന് സർപ്രൈസ് ചെക്കിംഗ് ചെയ്യാറുണ്ട് സാർ. പരിശോധിക്കാൻ വേണ്ടിയാണ്. സ്കൂളിലെല്ലാം കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ സാർ? വസൂലി അല്ല സാറ്, ഞാൻ പറഞ്ഞു വന്നത് പട്വർദ്ധൻ സാർ, ഈ റിപ്പീറ്റർ സാർ നിങ്ങളെ പോലെ സ്കൂളിലേക്ക് സർപ്രൈസ് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾ എന്താ ഇവിടെ ചെയ്യുന്നത്? സാർ, അത് പിന്നെ ഞങ്ങൾ ക്ലാസ് മോണിറ്റേഴ്സ് ആണ്. ക്ലാസ് മോണിറ്റേഴ്സ് സ്കൂളിലേക്ക് വരുന്ന
ഗസ്റ്റിനെ വെൽക്കം ചെയ്യേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് സാർ. വരൂ സാർ, സാർ വരൂ. വെൽക്കം സാർ, വെൽക്കം. ഓക്കെ, പക്ഷെ ഈ പ്രിൻസിപ്പൾ എന്താ ഗുണ്ടയെ പോലെ ഡ്രസ് ചെയ്തിരിക്കുന്നത്? സർപ്രൈസ് വിസിറ്റ് ചെയ്യുമ്പോൾ ആരും ഇദ്ദേഹത്തിന് അടയാളം കണ്ടുപിടിക്കില്ല. വെരി ഗുഡ്, ഐ എം ഇംപ്രസ്ഡ്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിന് 5 സ്റ്റാർ സർട്ടിഫിക്കറ്റ് നൽകുമല്ലോ അല്ലേ? നീ എന്താ സർട്ടിഫിക്കറ്റ് വടാപ്പാവാണെന്ന് വിചാരിച്ചോ? നീ ചോദിച്ചതും ഞാൻ എടുത്തു തരുമെന്ന് കരുതിയോ? ആദ്യം ഞാൻ ഈ സ്കൂളിലെ ലാബ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. വേഗം വാ, വേഗം വാ. നിങ്ങളെ സ്റ്റുഡൻസ് ക്ലാസ്സിന് പുറത്ത് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അതെന്താന്ന് അറിയോ സാറേ? അത് പിന്നെ ഞാൻ സ്കൂളിലെ ക്യാപ്റ്റൻ ആണ്, പിന്നെ ഇവൻ വൈസ് ക്യാപ്റ്റൻ. സ്കൂളിലേക്ക് വരുന്ന ഗസ്റ്റിനെ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് സാറേ, അതുകൊണ്ടാ വന്നത്. സാർ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ചായയാണോ കോഫിയാണോ സാർ? ചായ കുടിക്കാം. എങ്കിലും ഓക്കെ, ഞാനിപ്പോ തന്നെ കൊണ്ടുവന്നേക്കാം. ചായ കൊണ്ടുവരാൻ നിങ്ങൾ എന്തിനാ പോകുന്നത്? അത് പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറല്ലേ, വിശാല ഹൃദയനാണ്. അദ്ദേഹം തന്നെ ഗസ്റ്റിന് സ്വന്തം കൈകൊണ്ട് തന്നെ ടീ ഉണ്ടാക്കി കൊടുക്കും. എന്താ അല്ല ലക്ഷ്മൺ? അതെ സാർ, ഗോപു അതായത് ഗോപാലൻ പറഞ്ഞത് ശരിയാണ്. ഐ ആം ഇംപ്രസ്ഡ്. അല്ല സാറേ, നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ 5 സ്റ്റാർ സർട്ടിഫിക്കറ്റ് തരുമല്ലോ അല്ലേ? നിങ്ങൾ എന്താ സർട്ടിഫിക്കറ്റ് സിനിമ ടിക്കറ്റ് ആണെന്ന് കരുതിയോ? നിങ്ങൾ ചോദിച്ചതും ഞാൻ എടുത്തങ്ങ് തരുമെന്ന് കരുതിയോ? ചായയും കാപ്പിയൊക്കെ ഇരിക്കട്ടെ, എനിക്കിപ്പോ തന്നെ സ്കൂളിന്റെ ലാബ് ഇൻസ്പെക്ട് ചെയ്യണം. വേഗം വരൂ. ടോട്ടൽ ഗോൾഡൻ ഹിൽസിന്റെ അഭിമാനമാണ് ഞങ്ങളുടെ ഗോൾഡൻ ഹിൽസ് ഹൈസ്കൂൾ. എനിക്ക് തോന്നുന്നത് ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കണെന്നാണ്. അതെ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും സാറേ, ഞങ്ങൾ അകത്തുനിന്ന് ലോക്ക് ഓപ്പൺ ചെയ്യാം. ചേടാ, ഈ ഡോറൊന്നും ഓപ്പൺ ആവുന്നില്ലല്ലോ. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം സാർ, ഞാൻ അകത്ത് പോയി ഡോർ ഓപ്പൺ ചെയ്യാം. വസൂലിബായ്, നിങ്ങളെങ്ങനെ സ്കൂളിലെത്തിയേ? എടാ, ഇന്ന് മാധവനാ വരാൻ പറഞ്ഞത്. പ്രിൻസിപ്പളായിട്ട് നാടകം കളിക്കാൻ വരാൻ പറഞ്ഞതാ. എന്തിനാടാ നീ ഇങ്ങനെ ഒരു മണ്ടത്തരം കാട്ടിക്കൂട്ടിയത്? ഞങ്ങൾ ഇവിടെ എല്ലാം ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തതാടാ. ഓ എടാ, അഡ്ജസ്റ്റ് ചെയ്തത് ഞാനാണ് ഞാൻ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഈ സ്കൂൾ അങ്ങ് അടച്ചു പൂട്ടേണ്ടി വരും വിത്തൗട്ട് കീ. ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ ഒരു പ്രിൻസിപ്പൾ പോലും ഇല്ലല്ലോ. പക്ഷെ ഇതാ 2 പ്രിൻസിപ്പൾ എത്തിയിരിക്കുന്നു. എന്തെന്ന് രണ്ടോ? ഈ രണ്ടാമത്തെ പ്രിൻസിപ്പൾ ആരാടാ? ഇന്നത്തെ പ്രിൻസിപ്പൽ അത് ഞാൻ തന്നെയാണ്. പപ്പി, നിനക്ക് ഇന്ന് വരെ ഒരു ബിസിനസ് പോലും ശരിക്കും നടത്താനേ കഴിയില്ല. പിന്നെ എങ്ങനെയാണോ താൻ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിട്ട് അഭിനയിക്കുന്നത്? എടാ, ഇന്നത്തെ ഈ ദിവസം വരെ ഒരു കാര്യം പോലും നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നീയാണോടാ പ്രിൻസിപ്പൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? അടച്ച് പൂട്ടേണ്ടത് തന്നെ. അതെ, പൂട്ടേണ്ടത് തന്നെ. എടാ റിപ്പീറ്റർ, സ്കൂളിന്റെ ഇൻസ്പെക്ഷൻ വിട്ടിട്ട് നീ എന്താ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നേ? നീ ഇവിടെ എന്തെടുക്കുക? അത് വിട്ടേക്ക്, ഞാൻ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളിനെ കണ്ടായിരുന്നു. പിന്നെ വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഞാനും സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ കണ്ടായിരുന്നു. വളരെ നല്ല മനുഷ്യൻ തന്നെ. എടാ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന നിർത്തോ. ഞാൻ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ ശരിക്കും പ്രിൻസിപ്പലിനെ കണ്ടു, അതാ പറഞ്ഞത്. അതെങ്ങനെയാ സംഭവിച്ചത്? ഇത്രയും നേരം പ്രിൻസിപ്പൾ എന്റെ കൂടെ ആയിരുന്നല്ലോ. ഈ ലാബിനകത്ത് എന്താണ് ഒരു ബഹളം? എന്റെ പുറം പൊളിഞ്ഞ എന്റെ അമ്മച്ചി. എന്റെ നടുവ് ഒടിഞ്ഞു. ഈ ലാബിന്റെ കണ്ടീഷൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞങ്ങള് കേറി വന്നതും താഴെ വീണു. ഇനിയിപ്പോ ഈ സ്കൂൾ അടച്ചു പൂട്ടേണ്ടത് തന്നെ. ബി പ്രാക്ടിക്കൽ
പ്രാക്ടിക്കൽ സാർ. ലാബിൽ ഈ സോപ്പ് ഞങ്ങൾ മനഃപൂർവ്വം തള്ളിയിട്ടതാ. അപ്പൊ സ്റ്റുഡൻസ് ഇതിൽ നടക്കുമ്പോ സ്ലിപ്പായി താഴെ വീഴില്ലേ? അല്ല, അത് പിന്നെ ഞങ്ങള് അവരെ ഗ്രാവിറ്റി പവറിനെ കുറിച്ച് മനസ്സിലാക്കും. പ്രാക്ടിക്കൽ നോളജ്, പ്രാക്ടിക്കൽ. ആ അതായത് ഞങ്ങളുടെ സ്കൂളിലെല്ലാം പ്രാക്ടിക്കലിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് സാർ. സ്റ്റുഡൻസ് ഒരു പ്രാവശ്യം വീഴും, അത് കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ ഗ്രാവിറ്റിയെ കുറിച്ച് മറക്കില്ല. ആ, അത് കൊള്ളാലോ. ഐ ആം ഇംപ്രസ്ഡ്. യെസ്, ഐ ആം ഇംപ്രസ്ഡ്. തീർച്ചയായിട്ടും തരും. ഇനിയിപ്പോ തന്നല്ലേ പറ്റൂ. ആഹാ, കൊടുത്തല്ലേ പറ്റൂ. ദാ പിടിച്ചോളൂ പ്രിൻസിപ്പൽ സാർ, സർട്ടിഫിക്കറ്റ് ദാ നിങ്ങൾക്ക് നൽകുന്നു. ഇദ്ദേഹമാണ് പ്രിൻസിപ്പൽ, ഇദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത്. റിപ്പീറ്റ് ചെയ്യുന്നത് നിർത്തോ. പ്രിൻസിപ്പൽ ഇയാളാണ്. ഞാൻ റിപ്പീറ്റ് അല്ല ചെയ്യുന്നത്, ഞാൻ പറയുന്നത് ആ കാര്യം. ഇതാണ് പ്രിൻസിപ്പൽ. എന്നാ പിന്നെ ഒറിജിനൽ പ്രിൻസിപ്പൽ ആരാണ്? ശരിയായ പ്രിൻസിപ്പൽ ഞാനാണ്. എടാ പ്രിൻസിപ്പൽ സാർ എത്തിയോ? എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആകുന്നതാ എനിക്ക് നല്ലത്. അപ്പൊ ഇയാളാരാ? ഇതാ നോക്കൂ എന്റെ ഐഡി. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാറ്, ഇവര് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നവരാ. സ്കൂളിന്റെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വന്നതാ. പ്രിൻസിപ്പളിനെ, അതായത് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളില്ലെങ്കിൽ പിന്നെ സ്കൂൾ അടച്ചു പൂട്ടുമെന്നും പറഞ്ഞു. അത് സാർ, നിങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ സ്കൂളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻസിപ്പളിനെ കൊണ്ടുവന്നതാ. അതും ഒന്നല്ല സാർ, 2 പ്രിൻസിപ്പൽ. ഞങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തു പോയി സാർ. ദയവായി ഞങ്ങളോട് ക്ഷമിക്കണം സാർ. ഇല്ല, ക്ഷമയല്ല, ക്ഷമ ചോദിക്കരുത്. സാബാഷ്, കലക്കി. നിങ്ങൾ നല്ല സ്റ്റുഡൻസ് ആണ്. ഇത്രയും ബ്രില്യന്റ് ആയ സ്റ്റുഡൻസ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നിങ്ങൾ എല്ലാവരും സ്കൂളിനെ എന്തുമാത്രമാ സ്നേഹിക്കുന്നത്. സ്കൂളിനെ രക്ഷിക്കാനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായവരല്ലേ. ഈ 5 ബ്രില്യന്റ് സ്റ്റുഡൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ സ്കൂളിന് 5 സ്റ്റാർ സർട്ടിഫിക്കറ്റ് തന്നല്ലേ പറ്റൂ. കൊള്ളാം, നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചത് കൊണ്ട് ഇന്ന് നമ്മുടെ സ്കൂളിന് 5 സ്റ്റാർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുകയാണ്. ഐ എം പ്രൗഡ് ഓഫ് യു. എടാ പപ്പി, ഞാനില്ലാത്തപ്പോ നീ പ്രിൻസിപ്പാളായി ആക്ടിംഗ് ചെയ്യുകയായിരുന്നു അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ആട്ടെ ശരി, രണ്ടാമത്തെ പ്രിൻസിപ്പൽ എവിടെ പോയി? ഇപ്പൊ തന്നെ ഞാൻ അവരെ പിടിച്ചു കൊണ്ടുവന്നേക്കാം സാർ.